الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുന്ന അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ നിരതരാകാൻ, അള്ളാഹു വെറുക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് ജീവിതത്തെ വിശുദ്ധമാക്കാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മഹത്തരമായ ജീവിത മാതൃകകളെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖിനായി നിരന്തരം നമ്മൾ ദുആ ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അള്ളാഹുവേ, ഞങ്ങൾക്കതിനുള്ള തൗഫീഖും സഹായവും നൽകി അനുഗ്രഹിക്കണമേ. റബീഉൽ അവ്വൽ മാസം പിറന്നു. അറബി മാസങ്ങളിലെ 12 മാസങ്ങളിൽ മൂന്നാമത്തേതാണത്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ. മതപരമായും പ്രാമാണികമായും ഇസ്ലാമിൽ ഏതേതൊക്കെ മാസത്തിങ്ങൾക്കാണ് പവിത്രതയും പ്രാധാന്യവും ഉള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കുകയും അറിഞ്ഞിരിക്കുകയും വേണം. വിശുദ്ധ ഖുർആനിൽ മാസങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പറയവേ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹ് യൗമ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിൻ്റെ അരികിൽ അവൻ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ 12 എണ്ണമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായ മാസമാണ്. ഖുർആനിൽ ആ പവിത്ര മാസങ്ങളെ ക്രമപ്രകാരം എണ്ണി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2ാം പ്രമാണമായ പ്രവാചക ചര്യ രേഖപ്പെടുത്തിയ കൂട്ടത്തിലാണ് അത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. റസൂൽ അത് നമുക്ക് പറഞ്ഞു തന്നു. 4 പവിത്ര മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. മാസങ്ങളുടെ വിശുദ്ധിയും പ്രാധാന്യവും പരിപാവനതയും പവിത്രതയും വിശദീകരിക്കവേ ഖുർആൻ വിശുദ്ധം ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട്
ശ്രേഷ്ഠത പറഞ്ഞ ഒരു മാസമാണ് റമദാൻ മാസം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിച്ച മാസമാകുന്നു റമദാൻ മാസം. ആ റമദാൻ മാസത്തിലെ ഒരു രാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ലൈലത്തുൽ ഖദർ എന്ന ഒരു രാവിലാണ്, നിർണയത്തിൻ്റെ രാവിലാണ് അല്ലാഹു ഖുർആൻ അവതരിച്ചത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ആ ഒരു രാവിന് 1000 മാസങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട്, നന്മയുണ്ട്, മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് ഖുർആനിലും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ നോക്കൂ നിങ്ങൾ, റബീഉൽ അവ്വൽ എന്ന ഈ മാസത്തിൻ്റെ പ്രാമാണികവും അതേപോലെ തന്നെ മതപരവുമായ ശ്രേഷ്ഠതയോ പ്രാധാന്യമോ പവിത്രതയോ ഖുർആനിൻ്റെ ഒരായത്തിലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച അവിടുത്തെ തിരുചര്യയിലും ഹദീസിലും നമുക്ക് കാണാനേ കഴിയില്ല. എന്നാൽ പിന്നെ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ചരിത്രപരമായി റബീഉൽ അവ്വലിനുള്ള പ്രാധാന്യം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തിലാണ് ജനിച്ചത് എന്നുള്ളതാണ്. പ്രവാചകന്റെ ജനനമാസം മാത്രമല്ലത്, പ്രവാചകന്റെ മരണമാസം കൂടിയാണത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ ഏത് ദിവസത്തിലാണ് ജനിച്ചത് എന്നുള്ളതിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 12 ആണ്, 9 ആണ്, 3 ആണ്, അങ്ങനെ 5-6 അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിലുള്ളത്. എന്നാൽ നബി ജനിച്ചതിന് ശേഷം 63 വർഷകാലം നബി ജീവിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളതിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല എന്നുള്ളതാണ്. അവർക്ക് ഏകോപിച്ച അഭിപ്രായമുള്ള ഒരു കാര്യമാണ് റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് എന്നുള്ളത്. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഓർമ്മകളും ഏതെങ്കിലും ഒരു മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ ഏതെങ്കിലും ഒരു സമയത്തോ പരിമിതപ്പെടുത്താൻ ഒരിക്കലും ഒരു മുസ്ലിമിന് കഴിയില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ ബോധത്തോടുകൂടി കഴിയുന്ന എല്ലാ സമയങ്ങളിലും അവൻ ഓർക്കേണ്ട 2 കാര്യങ്ങളായിക്കൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന, അള്ളാഹു ആരാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഓർമ്മകളും അത് നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ് നമ്മുടെ കലിമ തൗഹീദ്. നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറബി ഭാഷയിലെ 12 അക്ഷരങ്ങൾ ചേർന്നുണ്ടായ ഒരാശയമാണ്, മഹത്തായ ഒരാശയമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതും അറബി ഭാഷയിലെ 12 അക്ഷരങ്ങൾ ചേർന്നുണ്ടായ മഹത്തരമായ ഒരാശയമാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടവും ഉന്നതവും ഉദാത്തവുമായ ആശയവും മുദ്രാവാക്യവുമാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അറബി ഭാഷയിൽ 14 28 അക്ഷരങ്ങളുണ്ട്. അതിൽ പുള്ളികൾ ഉള്ളതുണ്ട്, പുള്ളികളില്ലാത്തതുണ്ട്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതിൽ ഒരൊറ്റ പുള്ളി പോലുമുള്ള അക്ഷരങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. ആ 24 അക്ഷരങ്ങളും പുള്ളിയില്ലാത്ത അക്ഷരങ്ങളാണ്. ഈ കലിമയുടെ 1-ാമത്തെ ഭാഗമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന ഈ 12 അക്ഷരങ്ങൾ ചേർത്ത് വച്ച ഈ ആശയം ആവർത്തിച്ചു വരുന്ന 3 അക്ഷരങ്ങളാണ്. അതൊന്ന് ഹംസയാണ്, ഒന്ന് ലാമാണ്, ഒന്ന് ഹ ആണ്. എന്ന് പറഞ്ഞാൽ ഇലാഹ് എന്ന് നമുക്കത് വായിക്കാം. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, ദൈവം എന്നതാണ് അർത്ഥം. ആ ഇലാഹിന്റെ കൂടെ ഒരു അലിഫും ഒരു ലാമും കൂടി ചേർത്ത് വെച്ചാൽ എന്തായി? അൽ ഇലാഹ് എന്നായി. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ എന്ന്. അൽ ഇലാഹ് അൽ ഇലാഹ് എന്ന് നമ്മളൊന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ. അൽ ഇലാഹ് അൽ ഇലാഹ് അൽ ഇലാഹാണ് അള്ളാഹു ആയിത്തീരുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവം, യഥാർത്ഥ ആരാധ്യനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. ഈ അള്ളാഹു ആരാണ് എന്ന് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും
കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ, പരിചയപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ, വഹിയുകൾ ലഭിക്കേണ്ടതുണ്ട്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിച്ച ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. നമ്മൾക്കിഷ്ടമുള്ള ആളല്ല അള്ളാഹു പ്രവാചകനാക്കുക. അല്ലാഹു യസ്തഫീ മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. അല്ലാഹു ദൂതന്മാരെ മലക്കുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു, മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഈ ലോകത്ത് വന്നിട്ടുള്ള സകലമാന പ്രവാചകന്മാരും അള്ളാഹുവിനാൽ നിയോഗിതരായ പ്രവാചകന്മാരാകുന്നു. ഈ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കലിമയിലെ രണ്ടാമത്തെ ഭാഗം നിങ്ങളൊന്ന് നോക്കൂ. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതാണ്. ഇതിൽ ആവർത്തിച്ചു വരുന്ന പദങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും 6 അക്ഷരങ്ങളാണ്. അപ്പൊ കലിമ ശരിക്ക് 6, 3, 9 അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള, അതിനാൽ ഉണ്ടായിത്തീർന്നിട്ടുള്ള ഒരു വലിയ ആശയങ്ങളാണ് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, 12 12 24. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തിൽ നമുക്ക് സമയം അനുവദിച്ചു തന്നിട്ടുള്ളത് 24 മണിക്കൂറാണ്. ഒരാൾ 24 മണിക്കൂറും ഉറങ്ങാതെ നിൽക്കുകയാണെങ്കിൽ, ബോധം കെടാതെ നിൽക്കുകയാണെങ്കിൽ, അവന്റെ മനോമുഖരങ്ങളിൽ നിറഞ്ഞു തുളുമ്പി ഒഴുകേണ്ട അതിശക്തമായ പ്രോജ്വലമായ ഒരു ആദർശവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ഓരോ കാര്യങ്ങളിലും, അതുകൊണ്ടാണല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറന്നുപോയാൽ, മറന്ന കാര്യത്തെക്കുറിച്ച് അള്ളാഹു എന്നോട് ചോദിക്കൂല. അവൻ ഉറങ്ങിപ്പോയാൽ അവൻ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് പഠിച്ചവൻ അവനോട് ചോദിക്കൂല. അവന് ബോധം കെട്ടുപോയാൽ, ബോധക്കേടിന്റെ നേരത്ത് അവൻ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കൂല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരോടും കൽപ്പിക്കുന്നത് അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന, അവർക്ക് സാധ്യമായ കാര്യങ്ങൾ മാത്രമാണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകളും പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മകളും നമ്മളൊരു മാസത്തിൽ പരിമിതപ്പെടുത്തരുത്. അതേപോലെ തന്നെ ഒരു ദിവസത്തിൽ പരിമിതപ്പെടുത്തരുത്. ഒരു സമയത്ത് മാത്രം പരിമിതപ്പെടുത്തരുത്. മുഅ്മിനായി, മുസ്ലിമായി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഈ ദുനിയാവിൽ എപ്പോഴൊക്കെ നമുക്ക് കഴിയാൻ കഴിയുന്നുവോ ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിന് നമ്മൾക്ക് റോൾ മോഡൽ ആരാകണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അള്ളാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ റോൾ മോഡൽ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാകണം. നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തൻ്റെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള സകലമാന ജനങ്ങളെക്കാളും ഞാൻ, അഥവാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുന്നതുവരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും തന്നെ വിശ്വാസികളാവുകയില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകനോടുള്ള മഹബ്ബത്തും സ്നേഹവും നമ്മുടെ ഈമാനിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കുന്നത്. ഈ ഈമാൻ എന്നുള്ളത് എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. ലൈസൽ ഈമാൻ ബിത്തമന്നി വലാ ബിത്തഹല്ലി വലാകിൻ മാ വഖറ ഫിൽ ഖൽബ് വസദ്ദഖഹുൽ അമൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ നിങ്ങളുടെ പൂതികളോ മാത്രമല്ല, നിങ്ങളൊരു ആദർശ അലങ്കാരം എന്ന നിലക്ക് അണിയുന്ന ആഭരണങ്ങളല്ല ഈമാൻ. നിങ്ങൾക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളം, സാക്ഷ്യപ്പെടുത്തൽ എന്താണെന്നോ? സ്വദ്ദഖഹു അൽ അമൽ. നിങ്ങളുടെ കർമ്മങ്ങൾ അതിനെ സാക്ഷീകരിക്കും, അതിനെ സത്യപ്പെടുത്തുമെന്നാണ്. അപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതരാണ് എന്ന ഈ സത്യസാക്ഷ്യ നിർവഹണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും
നമ്മുടെ ജീവിതത്തിന്റെ ചേരുവകളായി ചേർത്തു നിർത്തുമ്പോൾ മാത്രമാണ് സ്നേഹം പൂർത്തിയാകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമുക്കറിയാം ഈ കാര്യം നമുക്ക് പ്രചോദനം നൽകുന്ന ആളാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പല ആളുകളെയും മോട്ടിവേഷന് വേണ്ടി, അവർക്ക് പ്രചോദനവും അതുപോലെ തന്നെ പ്രത്യേകം താല്പര്യവും ജനിക്കാൻ വേണ്ടി പലതും നമ്മൾ പറയും. ഉപദേശങ്ങൾ ഉണ്ടാകും, ക്ലാസ്സുകൾ ഉണ്ടാകും, പല കാര്യങ്ങളും നമ്മൾ കാണും, ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടാകും. ശരിക്കും ഒരു വിശ്വാസിയുടെ മോട്ടിവേറ്റർ ആരാണ്? നമ്മുടെ മോട്ടിവേറ്റർ, നമുക്ക് പ്രചോദനം നൽകുന്ന ആൾ ആരാണ് എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കറിയാം, സൂറ അഹ്ഖാഫിൽ അല്ലാഹു വിശ്വാസികളുടെ പ്രാർത്ഥന പറഞ്ഞിടത്ത് പറയുന്നുണ്ട്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാ. റബ്ബേ, എന്നെ നീ പ്രചോദിപ്പിക്കണമേ എന്നാ പറയുന്നത്. റബ്ബിന്റെ പ്രചോദനമാണ് നമുക്ക് കിട്ടേണ്ടത്. എന്തിന്? നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ. വഅഅമല സ്വാലിഹൻ തർലാ, അതേപോലെ തന്നെ നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രചോദനം അള്ളാഹുവിന്റെ കലാമുകളാണ്, അവന്റെ വാക്കുകളാണ്, അവന്റെ ആയത്തുകളാണ്, അവന്റെ വിശുദ്ധ ഗ്രന്ഥമാണ്. നമുക്ക് ഈ ആശയത്തെ എല്ലാം തന്നെ ജീവിതത്തിൽ പകർത്താനുള്ള മാതൃകയോ അതെല്ലാം കൃത്യമായി നമുക്ക് കാണിച്ചു തന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. നോക്കൂ, പ്രവാചകനിൽ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒരു മാതൃകയുണ്ടോ? ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചു തീർക്കുന്ന ജീവിതങ്ങളിൽ, വ്യക്തി ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും വൈവാഹിക ജീവിതമാണെങ്കിലും ദാമ്പത്യ ജീവിതമാണെങ്കിലും സാമൂഹ്യ ജീവിതമാണെങ്കിലും രാഷ്ട്രീയ ജീവിതമാണെങ്കിലും പൊതുപ്രവർത്തനമാണെങ്കിലും, നോക്കൂ നിങ്ങൾ, ഏതേത് രംഗങ്ങളിലാണ് റസൂലിന്റെ ഉസ്വത്ത് നമുക്ക് കാണാൻ കഴിയാതെ പോവുക? അവസാനത്തെ 2 പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നിയോഗിച്ചിട്ടുള്ള പ്രവാചകരെ എന്ന് പറയുന്ന നബിയുർ റഹ്മ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും കാരുണ്യത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ 2 പ്രവാചകന്മാർക്കും ഇടയിൽ ഒരു സാമ്യതയുണ്ട്. എന്താണ് ആ സാമ്യതയെന്നോ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും യാ അബതി എന്ന് വിളിച്ചിട്ടില്ല. വന്യപിതാവേ എന്ന് വിളിക്കാനുള്ള സാഹചര്യവും അവസരവും ഉണ്ടായിട്ടില്ല. കാരണം പിതാവില്ലാതെ ജനിച്ച ഒരു പ്രവാചകനാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിലൂടെയാണ് പിറവി കൊണ്ടിട്ടുള്ളത്. എങ്കിലും ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരിച്ചു പോയതിനാലും യാ അബതി, വന്യപിതാവേ എന്ന് വിളിക്കാനുള്ളൊരു സാഹചര്യം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ നോക്കൂ, ഈ 2 പ്രവാചകന്മാർ തമ്മിലുള്ള ബന്ധം ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൻ്റെ ജനത അതിരുവിട്ട് ആരാധിക്കുകയും അതേപോലെ തന്നെ അതിരുവിട്ട് സ്തുതിക്കുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്ത് അവസാനം ദൈവപുത്രൻ എന്ന പദവി നൽകി ആദരിച്ചു. ദൈവപുത്രനാണ് ഈസാ അലൈഹിസ്സലാം എന്നാണ് ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുന്നത്. ഖുർആൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പറഞ്ഞത് ഈസ ബിനു മറിയം, മറിയമിന്റെ മകൻ ഈസ എന്നാണ്. ഈസ ബിനു മറിയം ഉമ്മയിലേക്ക് ചേർത്തി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയുണ്ടായി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, അതേപോലെ തന്നെ ദൈവികമായ ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കന്മാർക്കും അങ്ങനെ മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകിയ മുഅ്ജിസത്തിനെ കുറിച്ച് സൂറ ആലി ഇംറാനിലെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീൻ. ഈസാ അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്,
ഞാൻ നിങ്ങൾക്ക് കളിമണ്ണിൽ നിന്നുണ്ടാക്കി തരും കഹൈഅത്തി ത്വയ്ർ, പക്ഷിയുടെ രൂപത്തിലുള്ള ഒന്നിനെ. ഫഅൻഫുഖു ഫീഹി, ഞാൻ ആ പക്ഷിയിൽ എന്നിട്ട് ഊതും. ഫയകൂനു ത്വയ്റൻ, അപ്പോൾ അതൊരു പക്ഷിയായി പറക്കും. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി. ഇങ്ങനെ കളിമണ്ണിൽ നിന്നൊരു പക്ഷിയെ സൃഷ്ടിക്കാനുള്ള മുഅ്ജിസത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹീൽ മൗത, ഞാൻ ജന്മനാ കാഴ്ചയില്ലാത്ത ആളുകൾക്കും പാണ്ഡുരോഗികൾക്കും അവർക്ക് സുഖം നൽകും, കാഴ്ച നൽകുകയും പാണ്ഡുരോഗം മാറ്റുകയും ചെയ്യും. വഉഹീൽ മൗത, മരിച്ചു കിടക്കുന്ന ആളുകളെ ഞാൻ ജീവിപ്പിക്കും. എങ്ങനെ? ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടി, അനുമതിയോടുകൂടി. വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ, നിങ്ങൾ എന്താണ് തിന്നത് എന്ന് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും. നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തിന്നു വന്നാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ എത്തിയാൽ നീ ഇന്ന വസ്തുവല്ലേ തിന്നത് എന്ന് പറയും. വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച വസ്തു എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതൊക്കെ എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഇതിനോടുകൂടി. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹു എനിക്ക് നൽകിയ ഈ മുഅ്ജിസത്തിലെല്ലാം തന്നെ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണമെന്നാണ് പറഞ്ഞത്. ഈസാ അലൈഹിസ്സലാം ഒരിക്കലും ദൈവപുത്രനല്ല. ഈ അനുഗ്രഹങ്ങളും ഈ മുഅ്ജിസത്തുകളൊക്കെ നൽകി, എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന രീതിയിലാണ് ലോകത്തിന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അന്നൊരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമേ ഈസാ നബിന്റെ കാലത്ത് ഒരു മുസ്ലിം ആവുകയുള്ളൂ. നമ്മൾ എന്താണ് പ്രഖ്യാപിക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ നോക്കൂ, ഈ റസൂലിന്റെ പദവിയിൽ നിന്ന് അതല്ലാത്ത പദവിയിലേക്ക്, ഒരു പ്രവാചകന്റെ പദവിയിൽ നിന്ന്, അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ പദവിയിൽ നിന്ന് അതല്ലാത്ത പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള സ്നേഹവും ആദരവുകളും ബഹുമാനങ്ങളും നിങ്ങൾ നൽകുകയാണെങ്കിൽ അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ലാ തുത്റൂനി കമാ അത്തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ മറിയമിന്റെ മകൻ ഈസയെ അതിരിവിട്ട് ആദരിച്ച പോലെ, പുകഴ്ത്തിയ പോലെ, സ്നേഹിച്ച പോലെ അതിരി കടന്നുള്ള ഒരാദരവും ബഹുമാനവും നിങ്ങൾ എനിക്ക് നൽകരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അവന്റെ ദാസൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത്, അബ്ദുല്ലാഹി വറസൂലുഹു. നോക്കൂ നിങ്ങൾ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദാസനും ദൂതനുമാണ് എന്നതാണ്. അതിനേക്കാൾ വലിയ സ്ഥാനം ഒരിക്കലും നിങ്ങൾ നൽകരുത് എന്നാണ്. റസൂലിന് ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ തന്നെയാണ്. അതിലൊന്നാണ് ഇസ്രാ മിഅ്റാജ്. ഇസ്രായിനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും പറഞ്ഞിടത്ത് ഇത് പ്രത്യേകം പറയുന്നുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാണ് നബിയെ. ആ സന്ദർഭത്തിൽ റസൂലിന്റെ കൂടെ അബ്ദിനെ ചേർത്ത് പറയുന്നു. ഖുർആൻ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അവതരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അബ്ദായ ദാസനായ ഈ റസൂലിനെ അവതരിച്ചതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ കൊണ്ടുവരൂ വേറൊന്നു എന്ന് പറയുന്നുണ്ട്. സൂറ കഹ്ഫ് നമ്മൾ ഓതുന്നതാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹി അൽ കിതാബ്. അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞിടത്ത് അതും ഇതുപോലെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാൻ ഇടവരുന്ന സന്ദർഭത്തിലൊക്കെ അള്ളാഹു ഇടപെട്ടുകൊണ്ട് റസൂലിനെ അബ്ദാണ്, ദൂതനാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അള്ളാഹു നിയോഗിച്ച റസൂലായ പ്രവാചകൻ, അള്ളാഹുവിന്റെ അബ്ദായ പ്രവാചകൻ, ആ പ്രവാചകന്റെ ജീവിത മാതൃകകളെയാണ്
നമ്മൾ ജീവിതത്തിൽ പിൻപറ്റേണ്ടത് അതിലൂടെയാണ്. അതിൽ ചെറുതും വലുതും ജീവിതത്തിന്റെ ഓരോ സ്പന്ദനങ്ങളിലും ബിന്ദുവിലും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ നിർദ്ദേശം നൽകുന്ന ഒരു നിയമസംഹിത ഇസ്ലാം അല്ലാതെ ലോകത്തില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അത് ചേർത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ നിന്നും ഇസ്ലാമിക പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പരമാവധി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹുവേ, നീ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനും അവർക്കൊക്കെ നൽകിയതുപോലെ ഉള്ള മുഅ്ജിസത്തുകളെ, അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹുവിന് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നൽകിക്കൂടായിരുന്നു? അത്ര വലിയ പ്രകടമായ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് മക്കക്കാരായ ആളുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അവരവരോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ സൂറ ഇസ്രായേൽ ഖുർആൻ ഓരോന്നായി എണ്ണി പറയുന്നുണ്ട്. ഈ ആയത്ത് എടവണ്ണയിൽ തൗഹീദ് പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്ത് നമ്മുടെ അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവായ അലവി മൗലവിയും വട്ടം അബ്ദുള്ള ഹാജി പോലെയുള്ള ആളുകളൊക്കെ തന്നെ എടവണ്ണക്കാരെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഈ പൂന്തിരിത്തിപ്പാടത്ത് ഇസ്ലാഹി പ്രഭാഷണം നടത്തിയ സന്ദർഭത്തിൽ ഇവിടെ വെച്ച് വട്ടം അബ്ദുള്ള ഹാജി ഓതിയ ഒരായത്താണ് സൂറ ഇസ്രായേലിലെ ഈ ആയത്ത്. ഞാനത് പറഞ്ഞു കേട്ടതാണ്. നോക്കൂ നിങ്ങൾ, ഇത് ഇന്നും പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാലം എത്രയായി അത് കഴിഞ്ഞിട്ടെന്ന് ആലോചിച്ച് നോക്കൂ. വഖാലു, റസൂലിനോട് അവർ പറഞ്ഞു, ലൻ നുഅ്മിന ലക്, നബിയെ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ, ആ വരണ്ട മരുഭൂമിയിൽ നിന്ന് അവർക്ക് ഒരു ഉറവയെ അവർക്ക് ഒഴുക്കി കൊടുക്കുന്നവരെ നബി ഒരു അത്ഭുതം കാണിക്കണം. അവർക്ക് ആ വരണ്ട മരുഭൂമിയിൽ നിന്നൊരു ഉറവ പൊട്ടി ഒഴിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തേത് ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബ് ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, അല്ലെങ്കിൽ നിനക്ക് മുന്തിരിയുടെയും ഈത്തപ്പനത്തിയുടെയും ഒക്കെ തോട്ടമുണ്ടാകണം. ആ തോട്ടത്തിൻ്റെ ഇടയിലൂടെ നീ നല്ല അരുവികളെ ഒഴുക്കണം. ഇത് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം നിന്നിൽ വിശ്വസിക്കണമെങ്കിൽ. മൂന്നാമത് അവർ ആവശ്യപ്പെട്ടത് ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫാ, നീ പറയണ്ടല്ലോ ആകാശമൊക്കെ തുണ്ടായി വരും, അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, അതേപോലെ ആകാശത്തെ കഷ്ണമാക്കി നീ വീഴ്ത്തിത്തരണം. അത് ഞങ്ങൾ കാണണം നിന്നിൽ വിശ്വസിക്കണമെങ്കിൽ. നാലാമത്തേതോ ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല, അല്ലാഹുവിനെയും മലക്കുകളെയും നീ കൂട്ടമായി മലക്കുകളെയും അല്ലാഹുവിനെയും കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അഞ്ചാമത്തേത് ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫ്, അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകണം, ഒരു കൊട്ടാരം. ഞങ്ങൾക്ക് വേണ്ട, നിനക്കുണ്ടായാൽ മതി. നീ സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാക്കണം. ഔ തർഖീ ഫിസ്സമാ, അല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് കയറിപ്പോണം. നീ പറയുന്നുണ്ട് മിഅ്റാജ് പോലെ ഞാൻ ആകാശത്തിലൊക്കെ കയറിപ്പോയി പലതും കണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. നീ പോയിട്ടുണ്ട് എന്നതിന് തെളിവായി എന്ത് വേണമെന്നോ വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു, ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകവുമായി ആകാശത്തിൽ നിന്ന് നീ ഇറങ്ങി വരണം.
എന്നാൽ മാത്രമേ നീ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. പഠിച്ചോനത് കേട്ടില്ലേ? അള്ളാഹിന്റെ റസൂല് കേട്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, അവർ 7 ആവശ്യപ്പെട്ടു, ഒരു 3 തന്നെയെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളിൽ അവർ വിശ്വസിക്കട്ടെ എന്ന് പഠിച്ചോൻ വിചാരിച്ചോ? കാരണം റസൂൽ ആരാണ് എന്നുള്ളത് ലോകാന്ത്യം വരെയുള്ള മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വന്നതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് റസൂൽ? ദൈവദൂതൻ. ആ ദൈവദൂതൻ അതിന് മറുപടി പറയുന്നത് എന്താണെന്നോ? ഖുൽ, അല്ലാഹ് പറയാണ്, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കുക, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് പരമപരിശുദ്ധനാകുന്നു. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂലാ, ഞാൻ ദൂതനായ ഒരു മനുഷ്യൻ മാത്രമാകുന്നു, എനിക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ദൂതനായ ഒരു മനുഷ്യൻ മാത്രമാകുന്നു. സൂറ കഹ്ഫ് നമ്മളൊക്കെ ഓതുന്നില്ലേ? അതിന്റെ അവസാന ആയത്ത് എന്താ? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്, മാനുഷികമായ എല്ലാം എന്നിലുണ്ട്, എന്നാൽ ഞാൻ വെറും മനുഷ്യനല്ല. യുഹാ ഇലയ്യ, എന്റെ റബ്ബിന്റെ വഹി എനിക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ആ വഹി? ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണെന്ന വഹി. ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. ഒരു കണ്ടീഷൻ കൂടി, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ റബ്ബിനെ ആരാധിക്കുന്നതിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. പ്രമാണങ്ങൾ, അതിൻ്റെ വചനങ്ങൾ കൃത്യമാണ് സഹോദരങ്ങളെ. അത് പഠിക്കുക, നേരായ വഴി കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഗഫൂറുർ റഹീമുമായ തമ്പുരാനെ, ഞങ്ങൾക്കതെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണമേ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങളിലെ എല്ലാ രോഗികൾക്കും ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.